परमेश्वर का धन्यवाद देता हूं। ഡെറാഡൂണിലെ ന്യൂ തിയോളജിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ഡോക്ടർ ബിജു ചാക്കോ അവറുകൾ और यहाँ पर आज एनटीसी न्यू थियोलॉजिकल कॉलेज देहरादून के प्रधानाचार्य डॉक्टर बिजू चाको जी यहाँ पर है। കോവിഡ് കാലഘട്ടത്തിലൊക്കെ നമുക്കൊന്നും പൊതുകൂടി വരവോ ഇല്ലാതിരുന്ന ഒരു സന്ദർഭത്തില് और जब कोविड के समय पे मुझे याद है जब हम लोग एक साथ आकर प्रार्थना नहीं कर पाते थे, സൂമിൽ കൂടെയൊക്കെ നമ്മൾ അതിഥികളെ സ്വീകരിക്കുകയും സന്ദേശങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു. और जूम के द्वारा हम लोग परमेश्वर का वचन सुनते भी थे और अतिथियों का स्वीकार भी करते थे। എന്റെ ഓർമ്മ ശരിയായിരുന്നെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ ബഹുമാന്യ ഡോക്ടർ ബിജു ചാക്കോ അവറുകൾ നമ്മോട് സൂമിൽ കൂടെ ദൈവവചനം ശുശ്രൂഷിച്ചെന്ന് ഓർക്കുന്നു. अगर मैं गलत नहीं हूं तो मुझे याद है कि उसी समय पे डॉक्टर बिजू चाको हमारे बीच में आकर एक बार वचन की सेवा करके गए थे। പിന്നെ അദ്ദേഹത്തോട് ഒരുമിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. और उसके बाद ऐसी एक संगति के लिए हम सब लोग इंतजार कर रहे थे। എന്നാൽ ഇന്ന് കർത്താവ് നമുക്ക് അവസരം നൽകി. लेकिन आज परमेश्वर ने वो मौका हमें दे दिया। നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇരിക്കാം. हम लोग प्रार्थना के साथ ബഹുമാന്യ കർത്തൃഭൃത്യനെ നമുക്ക് കൂടെ സംസാരിക്കുന്നതിന് പരിശുദ്ധാത്മയെ ഉപയോഗിക്കട്ടെ. और परमेश्वर के दास को पवित्र आत्मा के द्वारा हमारे बीच में कार्य करने के लिए ഈ ദൈവവചന ശുശ്രൂഷ നമ്മുടെ ശരീരത്തിനും ആത്മാവിനും ഒക്കെ ഒരുപോലെ വിടുതലായി മാറാൻ കൃപ നൽകട്ടെ. और ये परमेश्वर के वचन की सेवा हमारे शरीर और आत्मा के लिए एक जैसे काम करने पाए। എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടിരിക്കണം. सभी प्रियजन प्रार्थना के साथ പ്രതീക്ഷയോടിരിക്കണം. और प्रतीक्षा के साथ रहे। നമ്മൾ തമ്മിൽ കാണുന്നത് ഒരു കൂട്ടായ്മയുടെ സന്തോഷമാണ്. और हम सब एक दूसरे को जब मिलते हैं तो हमारे लिए बड़ी आनंद की बात है। എന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യന് വേണ്ടുന്ന ദൈവത്തിന്റെ വചനമാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. लेकिन इसके साथ साथ हमारे आंतरिक मनुष्य को परमेश्वर के वचन की जरूरत है, वो आ रहा है। അത് നമ്മൾ ഇവിടെ നിന്ന് മാറിയാലും മാറാതെ നിത്യമായി നമ്മോട് കൂടെ നിൽക്കുന്ന ദൈവത്തോടു കൂടെ വസിക്കേണ്ടതിന് നമ്മെ ഒരുക്കിയെടുക്കുന്നതിന് മുഖാന്തരമായി തീരുന്ന വചനമാണ്. और हम यहाँ से हट भी जाए लेकिन हमसे जो कभी नहीं हटने वाला एक साया जो परमेश्वर का है वो हमारे साथ रहता है। എല്ലാവരെയും ദൈവം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. परमेश्वर सभी को बहुत आयत से വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടുമായിരിക്കാം. सभी लोग बड़ी आशा और प्रत्याशा के साथ रहे। ബഹുമാനിയ കർത്തൃഭൃത്യനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. मैं परमेश्वर के दास को परमेश्वर के वचन की सेवा के लिए പാസ്റ്റർ ജോൺ വി അലക്സ് ട്രാൻസ്ലേറ്റ് ചെയ്യും. കർത്താവിന്റെ ധന്യമായ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के अति पवित्र नाम की स्तुति सुबह के समय में होने पाए। നിങ്ങളോട് ഒരുമിച്ച് ഈ ആരാധനയിൽ പങ്കെടുക്കാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. आप सभी के साथ इस आराधना में भागी होने का मौका और भाग्य मुझे मिला, इसलिए मैं परमेश्वर को धन्यवाद करता हूँ। ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഈ റീജിയന് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എം ഡി സാമുവൽ അവർകൾ, शरण फेलोशिप चर्च और इस रीजन के अच्छे नेतृत्व देने वाले परमेश्वर के दास पास्टर एम डी सैमुअल, ഇവിടെയുള്ള സഭാ പ്രവർത്തനങ്ങൾക്ക് ശക്തമായി നേതൃത്വം നൽകുന്ന ദൈവത്തിന്റെ ദാസന്മാരുടെ വലിയൊരു നിര തന്നെ ഇവിടെയുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. और इस शहर में परमेश्वर की कलीसिया को अच्छे नेतृत्व देने वाले परमेश्वर के दासों की एक बड़ी गिनती यहाँ पर यह है, उन सभी को मैं अभिवादन देता हूँ. എനിക്ക് മുഖപരിചയവും എനിക്ക് നന്നായി പരിചയമുള്ള ഒരുപാട് ദൈവദാസന്മാര് ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ ആരുടെയും പേര് ഞാൻ എടുക്കുന്നില്ല, ചിലരുടെ പേര് വിട്ടുപോകുമോ എന്ന ഭയത്താൽ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ऐसे बहुत से परमेश्वर के दासगण यहाँ पर हैं जिन्हें मैं मिला हूँ और जिनसे मैं अच्छी पहचान और संबंध रखता हूँ. मैं किसी का नाम नहीं लेना चाहता, मुझे ये डर है कि मैं हो सकता है किसी का नाम मैं भूल जाऊं. NTCയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത ഒരുപാട് കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു, സഹോദരന്മാരെ കണ്ടു. സിസ്റ്റർ അക്സ ഇവിടെ ഉണ്ട്, ജോയൽ ഉണ്ട്, റിജോയ് ഉണ്ട്. ബാക്കി ആരെങ്കിലും ഉണ്ടോ ഞാൻ കണ്ടില്ല. നിങ്ങളെല്ലാവരെയും വിശേഷാൽ ഞാൻ വന്ദനം ചെയ്യുന്നു. और NTC कॉलेज से ग्रेजुएट हुए हुए परमेश्वर के दासगण यहाँ पर हैं. सिस्टर अक्सा, पास्टर जोएल और ब्रदर रिजो यहाँ पर है, और भी लोग हैं यहाँ पर. मैं विश्वास करता हूँ उन सभी को देखकर भी मैं बहुत खुश हूँ. അവരെല്ലാവരെയും ഓർക്കുമ്പോൾ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അവരിലൂടെ ചെയ്യുന്ന ശുശ്രൂഷകളെ ഓർത്ത് കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. मैं उन सभी के लिए मैं परमेश्वर का
धन्यवाद करता हूं और उन सभी की सेवकाई, उनके द्वारा परमेश्वर करने वाली सेवकाई के लिए मैं परमेश्वर को धन्यवाद करता हूं। ഈ യോഗത്തിന് നേതൃത്വം നൽകിയ കർത്താവിന്റെ ദാസന് വിശേഷാൽ വന്ദനം പറയുന്നു. നമ്മുടെ ചിന്തകൾ നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് തിരിക്കാം. और इस मीटिंग को अध्यक्ष किए हुए परमेश्वर के दास का भी मैं अभिवादन करता हूं और सीधे मैं परमेश्वर के वचन की ओर मैं आपके ध्यान को लेकर जाना चाहूंगा। നമുക്ക് വളരെ പരിചയമില്ലാത്ത ഒരു വേദഭാഗത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഈ പകലിൽ തിരിക്കുന്നത്. आज सुबह के समय में उस भाग की ओर आपके ध्यान को लेकर जाना चाहूंगा जहां पर हम ज्यादा परिचय हमें ज्यादा परिचय नहीं है। നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ദൈവത്തിന്റെ വചനം ഈ രാവിലെ ശ്രദ്ധിക്കണം, കേൾക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. और मैं बड़े तहे दिल से आपसे अनुरोध और प्रार्थना ये करूंगा कि आप बड़े ध्यान से इस वचन को ध्यान दें और इस पर मनन करें। നമ്മുടെ ചിന്തകൾ വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലേക്ക് തിരിക്കാം. मैं चाहता हूं कि आपके ध्यान को प्रकाशित वाक्य उसकी 12वीं अध्याय उसके पहली आयत से लेकर 12वीं आयत तक आपके ध्यान को मैं ले जाना चाहूंगा। फिर स्वर्ग में एक बड़ा चिन्ह दिखाई दिया, अर्थात एक स्त्री जो सूर्य ओढ़ी हुई थी और चांद और उसके पांव तले था, उसके सिर पर 12 तारों का मुकुट था। वह गर्भवती हुई और चिल्लाती थी क्योंकि प्रसव की पीड़ा में थी। एक और चिन्ह स्वर्ग में दिखाई दिया और देखो एक बड़ा लाल अजगर था जिसके 7 सिर और 10 सींग थे। और उसके सिरों पर 7 राजमुकुट था। उसने पूछा उसकी पूंछ से आकाश की तारों की एक तराई को खींचकर पृथ्वी पर डाल दिया। वह अजगर उस स्त्री के सामने जो जांची थी खड़ा हुआ कि वह बच्चे जने तो उस बच्चे को निगल जाए। वह बेटा जनी जो लोग का दंड लिए हुए सब जातियों पर राज करने पर था, और वह बच्चा एकाएक परमेश्वर के पास और उसके सिंहासन के पास उठकर पहुंचा दिया गया। और वह स्त्री उस जंगल के भाग गई और जहां परमेश्वर की ओर से निकली गई एक जगह तैयार की गई थी और वहां 1108 दिन तक पाली आई। फिर स्वर्ग में लड़ाई हुई। मिखाएल और उसके स्वर्गदूत अजगर से लड़ने को निकले और अजगर और उसके दूत उससे लड़े परंतु प्रबल ना हुए। स्वर्ग ने उनके लिए फिर जगह ना थी। वह बड़ा अजगर अर्थात वह पुराना सांप जो इबलीस और शैतान कहलाता है, सारे संसार को भ्रमाने वाला है, पृथ्वी पर गिरा गया और उसके दूध उसके साथ गिरा दिया गया। फिर मैंने स्वर्ग में यह बड़ा शब्द आते हुए सुना, अब हमारे परमेश्वर का उद्धार और सामर्थ और राज्य और उस मसीह का अधिकार प्रकट हुआ है, क्योंकि हमारे भाइयों पर दोष लगाने वाला जो रात दिन हमारे परमेश्वर के सामने उन पर दोष लगाया करता था, गिरा दिया गया है। वे मेमने के लहू के कारण अपनी गवाही के वचन के कारण उस पर जयवंत हुआ। उन्होंने अपने प्राण को प्रिय ना जाना, यहां तक कि मृत्यु भी सह ली। इस कारण है स्वर्ग और उसमें रहने वाले मगन हो, हे पृथ्वी और समुद्र तुम पर हाय, क्योंकि शैतान बड़ा क्रोध के साथ तुम्हारे पास उतर आया है, क्योंकि जानता है कि उसका थोड़ा ही समय और बाकी है। അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യ വചനം നിമിത്തമായും ജയിച്ചു, അവരുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. वे मेमने के लहू के कारण
अपनी गवाही के वचन के कारण उस पर जयवंत हुआ और उसके प्राणों के प्रिय ना जाना। ഈ വായിച്ച വേദഭാഗത്തെ കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ അതിനെ 3 കാര്യങ്ങളായിട്ട് പറയാം. ഒന്ന്, അവിടെ കൊടുത്തിരിക്കുന്ന ഒരടയാളം ഒരു സ്ത്രീയുടെ അടയാളമാണ്. അത് സഭയ്ക്ക് നിഴലാണ്. और यहाँ पर पड़ी हुई भागों को देखकर आप घबराए नहीं. उस भाग को मैं 3 भाग में बांटकर आपके सामने रखूंगा. पहला, वहां पे एक स्त्री की बात कही गई है, वो कलीसिया को दिखाती है. ആ സഭ ഒരു പുതിയ തലമുറയെ ജനിപ്പിക്കുകയാണ്. और वो कलीसिया एक नई पीढ़ी को पैदा कर रही है. പുതിയ തലമുറയെ ജനിപ്പിക്കുന്നതിൽ വ്യാപൃതരായിരിക്കുന്ന ദൈവസഭ ഒരു വശത്താണെങ്കിൽ അതിനെ അപ്പാടെ വിഴുങ്ങിക്കളയാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന പൈശാചിക ശക്തികൾ മറുവശത്ത്. और देखो कि एक पक्ष में जब एक नई पीढ़ी को पैदा करने के लिए कलीसिया खड़ी और तैयार है, देखो उस पीढ़ी को खत्म करने के लिए एक अजगर के रूप में शैतान अपने पूरे स्वरूप में खड़ा है. പക്ഷേ വചനം നമുക്ക് ഈ രാവിലെയും ഉറപ്പ് തരുന്നു, അവൻ വിജയിക്കത്തില്ല. മറിച്ച് സഭ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി തങ്ങളുടെ സാക്ഷ്യവചനം നിമിത്തമായി അവർ അവനെ ജയിച്ചു. लेकिन वचन आज हमें बल देता है और ये कहता है कि वो हम पर विजय नहीं पाएगा, शैतान हम पर जीत नहीं पाएगा. मेमने के लहू के कारण और उसके गवाही के प्रतिरूप हमें विजय जरूर परमेश्वर देगा. നാം ജീവിക്കുന്ന കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമാണ്. हम जिस पीढ़ी में रहते हैं एक अजीब व गरीब पीढ़ी में रहते हैं. മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രിയ കർത്താവിന്റെ ദാസൻ അത് ഓർപ്പിച്ചല്ലോ. मध्यस्थता की जो प्रार्थना में परमेश्वर के दास ने हमारे बीच में वो याद दिलाया. സഭ കടന്നു പോകുന്നത് വല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. कलीसिया एक बहुत अजीब व गरीब समय से गुजर रही है. സഭയെ അപ്പാടെ വിഴുങ്ങിക്കളയാൻ ശക്തികൾ ഒന്നിച്ചുകൂടിയിരിക്കുകയാണ്. कलीसिया को वैसे के वैसे निकलने के लिए शक्तियां खड़ी साथ हो रही है. സഭ തകർന്നു പോകുമെന്ന് പേടിച്ച് അരണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. और कलीसिया खत्म होगी, वो नाश होगा, ये डर कर कलीसिया भी आज के जमाने में खड़ी है. പക്ഷേ ഈ പകലിൽ ദൈവമക്കൾക്കൊരു പ്രത്യാശയുണ്ട്. ആരെല്ലാം ഇതിനെതിരെ പടയൊരുക്കിയാലും ആരെല്ലാം ഇതിനെ അവസാനിപ്പിക്കാൻ നോക്കിയാലും സഭ പണിയത് ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞവരാണ് ഇതിന്റെ നാഥനെങ്കിൽ. आज परमेश्वर का वचन हमें ये ध्यान बताता है, इस कलीसिया को नाश करने लायक कोई ताकत पैदा नहीं हुई है. कारण वचन इस प्रकार से कहता है, मेरी कलीसिया को मैं बांधूंगा और उसे जय पाने के लिए शैतान की कोई ताकत खड़ी नहीं हो सकती है. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സഭ തകരത്തില്ല. ऐसा है तो कलीसिया नहीं टूटेगी, കാരണം ഇത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്. कारण ये परमेश्वर के द्वारा स्थापित है. യസങ്ങൾ തകർന്നു പോയേക്കാം, സാമ്രാജ്യങ്ങൾ തകർന്നു പോയേക്കാം, തത്വചിന്തകൾ മാറിപ്പോയേക്കാം. എന്നാൽ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവനാണ് ഇതിന്റെ പണിക്കാരനാണ്. ഇത് തകർന്നു പോകാൻ അവൻ സമ്മതിക്കത്തില്ലെന്ന് ഈ പകലിലും വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നെങ്കിൽ അധരങ്ങൾ തുറക്കട്ടെ, ഹൃദയം ജ്വലിക്കട്ടെ. അവന് ഹല്ലേലൂയ പാടട്ടെ. सोच खत्म हो सकती है, राज्य नष्ट हो सकता है, साम्राज्य नष्ट हो सकता है, लेकिन यहाँ पर ऐसे कितने लोग बैठे हैं जो विश्वास करता है कि परमेश्वर की कलीसिया को अगर परमेश्वर ने बांधा है वो उसे तोड़ नहीं सकता. ഹല്ലേലൂയ. ഈ പകലിലും ജയം നമുക്കുണ്ട് അവന്റെ രക്തത്താൽ. ഈ പകലിലൊരു ജയം നമുക്കുണ്ട്. അത് വിശ്വസിക്കുന്നവർ ഈ പകലിൽ സ്തുതിച്ചു തുടങ്ങട്ടെ. നിങ്ങളുടെ ശരീരങ്ങളിൽ, നിങ്ങളുടെ ജീവിതങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ സഭകളിൽ യേശുവിന്റെ രക്തത്താൽ ഇന്ന് പകലിൽ വിടുതൽ വ്യാപരിക്കുകയാണ്. आज आपके लिए एक जय है, आपके परिवार के लिए परमेश्वर ने एक जय रखा है. आज सुबह के समय अपने आप को, अपने परिवार को, अपने कलीसिया को परमेश्वर के हाथ में सौंप कर ये कहे कि मेरे लिए मेरा परमेश्वर विजय जरूर देगा. ഹല്ലേലൂയ. അപ്പൊ ഒരു ഭാഗത്ത് എന്താണ്? ഒരു സഭ. ആ സഭയുടെ ഉത്തരവാദിത്വം ചില കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക എന്ന ഉത്തരവാദിത്വമാണ്.
तो ऐसा है कि एक पक्ष में कलीसिया है और उस कलीसिया का उत्तरदायित्व है कि वो कुछ बच्चों को पैदा करें। ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ഞാൻ അതിനെ വ്യാഖ്യാനിച്ചാൽ സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ശിഷ്യരാക്കാനുള്ള ദൗത്യമാണ്. मैं उसे थोड़ा और आपके लिए सरल कर ये बताऊंगा कि कलीसिया की सबसे बड़े उत्तरदायित्व, आपके लिए सबसे बड़ा जो काम परमेश्वर ने दिया है वो यह है कि आप शिष्यों को तैयार करें. മരണത്തെ ജയിച്ചുയർത്ത കർത്താവ് ഗലീല മലമുകളിൽ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോ ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. हमारे पाप के निवारण के लिए क्रूस पे मरा हुआ यीशु मसीह गलील की सेवकाई के बाद अपने चेलों को छोड़ स्वर्गारोहण जब कर रहा था, अपने चेलों को देखकर इस प्रकार से कहता है, हाँ, पृथ्वी और स्वर्ग में सारा अधिकार मुझे दिया गया है, तुम जाओ और सारे जातियों को चेला बनाओ. ശിഷ്യൻ എന്ന ആ പദം രണ്ട് മൂലപദങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. चेला ये शब्द दो मूल शब्दों से बना है. വെളിപ്പാട് പുസ്തകത്തിലെ ശിഷ്യത്വം എന്ന ചിന്തയാണ് ഈ പകലിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ എനിക്ക് നിയോഗമുള്ളത്. आज मुझे परमेश्वर ने अगुवाई दी है कि इस प्रकाशित वाक्य के अंदर शिष्यत्व के अंदर एक समाचार है, एक वचन है, वो आपके सामने मैं रखना चाहूंगा. വിശേഷങ്ങളിലെ ശിഷ്യത്വം എന്ന ചിന്ത നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. सुसमाचार के अंदर के शिष्यत्व के बारे में, चेला होने के बारे में हमने पढ़ा है, सुना है. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലെ ശിഷ്യത്വം എന്ന ചിന്ത നമ്മൾ കേട്ടിട്ടില്ല. लेकिन प्रकाशित वाक्य के अंदर जिस प्रकार से चेलों के बारे में लिखा है, चेला होने के बारे में लिखा है, हमने नहीं सुना है. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര ചിന്താഗതി ശിഷ്യത്വം എന്ന ചിന്താഗതിയാണ്. लेकिन एक अर्थ में इस प्रकार से कहूंगा, प्रकाशित वाक्य के अंदर वचन शास्त्र के अनुसार और परमेश्वर के वचन के अनुसार सबसे प्रथम एक चिंता और एक विषय वो चेला होना है. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്താൽ വെളിപ്പാട് പുസ്തകത്തിലെ ഏറ്റവും കേന്ദ്രമായ അധ്യായമാണ് 12ാമത്തെ അധ്യായം. ऐसे जब हम पढ़ते आते हैं प्रकाशित वाक्य के अंदर सबसे केंद्र बिंदु के रूप में सीखे जाने वाले एक अध्याय है, तो वो 12वीं अध्याय है. കേവലം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുടെ വിവരണങ്ങൾ മാത്രമല്ല, ഇന്ന് ഈ ഭൂമിയിൽ എങ്ങനെ ഒരു വിശ്വസ്ത ശിഷ്യനായി ദാസനായി ജീവിക്കാമെന്നുള്ളതിന്റെ നേർരേഖയാണ് വെളിപ്പാട് പുസ്തകം എന്ന് മറന്നു പോകരുത്. ये बात नहीं भूलना केवल कि भविष्य की बातों को बताने वाला एक पुस्तक है प्रकाशित वाक्य, ये नहीं समझना, लेकिन अभी कैसे जीना है, हमारा जीवन कैसे बिताना है, उसके बारे में व्यक्त रूप में बताने वाला एक पुस्तक भी है भविष्यवक्ता प्रकाशित वाक्य का पुस्तक. ഭാവിയിൽ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും, അതിന് സംശയമൊന്നുമില്ല. വരാമെന്ന് പറഞ്ഞവൻ ഒരു രാഷ്ട്രീയ നേതാവല്ല, ഒരു സാമ്രാജ്യത്തിന്റെ അധിപനല്ല. അവൻ കർത്താവും രാജാവുമാണെങ്കിൽ, അവൻ നിന്റെ ഉടയവനാണെങ്കിൽ, അവൻ വാക്കുമാറുന്നവനല്ല, അവൻ വേഗം വരും. हमें जो होना है, जो भविष्य में होना है, वो सारी बातें होती रहेगी. जो आएगा कर बोला है, वो एक राष्ट्रीय नेता नहीं है, राजनीतिक नेता नहीं है, ना कोई साम्राज्य के सम्राट है जो बात बोले और बिगड़ अपने में से उससे मुकर जाए. अगर उसने बोला है वो आएगा, वो जरूर एक दिन आएगा. അവൻ വന്നാൽ, वो अगर आएगा तो നമ്മൾ ശിഷ്യരായി ജീവിച്ചില്ലെങ്കിൽ എന്ത് പ്രയോജനം? अगर हम चेले बनकर नहीं जिए क्या फायदा होगा? ക്രിസ്ത്യാനി എന്ന പേര് പോലും ഇരട്ടപ്പേരാ.
मसीही ये शब्द भी एक बुलावा का नाम है। വിശുദ്ധ വേദപുസ്തകം ആദിമ ക്രൈസ്തവ സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന പേര് ശിഷ്യൻ, ശിഷ്യ എന്ന പേരാണ്. मसीही वचन के अनुसार अगर परमेश्वर के लोगों को वचन ने एक नाम दिया है तो वो नाम है चेला। ആരാണ് അവന്റെ ശിഷ്യൻ? वो उसका चेला कौन है? രണ്ട് മൂലപദങ്ങൾ അതിന്റെ അർത്ഥത്തെ നമുക്കൊന്നുകൂടെ തെളിയിച്ചു തരികയാണ്. दो मूल शब्द उसको और हमें बता कर देता है। ഒന്നാമത്തെ പദം മാത്തേറ്റേസ് എന്ന പദമാണ്. पहला जो शब्द है वो मथेटेस है। ഞങ്ങൾ ഗ്രീക്ക് എല്ലാം ഇങ്ങനെ ഇമ്പോസിഷൻ ഒക്കെ എഴുതി പഠിച്ചതാണ്. എവിടെയെങ്കിലും ഒക്കെ ഇത് പറയണ്ടായോ? അതുകൊണ്ട് അങ്ങ് പറയുക. हम ग्रीक हमने इम्पोजिशन लिखकर पढ़ा है, इसलिए कहीं तो बोलना पड़ेगा, सीखा है इसलिए हम बोल रहे हैं। അപ്പൊ ഒരു ഗ്രീക്ക് പദം പഠിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ. तो आज यहाँ से ग्रीक शब्द को पढ़कर जाना। ഒന്നാമത്തെ പദം മാത്തേറ്റേസ് എന്ന പദമാണ്. पहला जो शब्द है वो है मथेटेस। അത് മാന്താനോ എന്ന് പറയുന്ന ഒരു റൂട്ട് പദത്തിൽ നിന്നാണ് വന്നത്. वो एक मांतानो नाम के एक नीवी शब्द से आया है। ആ പദം വന്നത് കെലയൂത്തോസ് എന്ന് പറഞ്ഞ വേറൊരു റൂട്ടിൽ നിന്നാണ്. वो केलेथियुस नाम के एक दूसरे नीवी शब्द से आया है। ഞാൻ അതിലേക്ക് വരാം. मैं उसमें आऊंगा। മാന്താനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പഠിതാവ് എന്ന അതിന്റെ അർത്ഥം. പഠിതാവ്, പഠിക്കുന്നയാൾ. मानतानो ये शब्द का अर्थ यह है जो पढ़ने वाले व्यक्ति को बताते हैं। അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്നാണ് അതിന്റെ അർത്ഥം. नहीं तो उसका अर्थ है वो कि वो विद्यार्थी है। അവന്റെ പാദപീഠത്തിലിരുന്ന് അനുദിനവും പഠിക്കുന്നവനാണ്, പഠിക്കുന്നവളാണ് അവന്റെ ശിഷ്യൻ എന്ന് ഈ പകലിൽ ദൈവത്തിന്റെ ജനം മറന്നു പോകല്ലേ. तो यहाँ पर बैठे हुए लोगों से मैं कहूंगा जो उसके चरणों पे बैठकर जो सीखता है वो उन्हीं को परमेश्वर चेला बुलाता है। ये कलीसिया भूले ना। ഗുരു എന്ന് പറഞ്ഞാൽ ഒരു സംസ്കൃത പദമാണ്. അതിന്റെ അർത്ഥം ഇരുട്ട് മായിക്കുന്നവൻ എന്നാണ്. गुरु ये शब्द एक संस्कृत शब्द है, लेकिन उसका अर्थ यह है जो उजियाल अंधेरे को हटाता है। അങ്ങനെയെങ്കിൽ ലോകത്തിൽ ഗുരുവെന്ന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ. ഞാൻ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞവൻ, ഇരുട്ടിനെ എന്നേക്കുമായി അകറ്റുന്നവൻ, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവല്ലാതെ മറ്റാരുമില്ല. अगर गुरु कर कर बोलने लायक इस दुनिया में कोई भी व्यक्ति अगर आज योग्य है वो केवल हमारा आराधना करने वाले जो दुनिया का उजियाला है कर कर बोल कर गए हुए हमारा उद्धार करता केवल यीशु मसीह है। ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഇരുട്ട് മാറണോ? കുടുംബത്തിന്റെ ഇരുട്ട് മാറണോ? ദേശത്തിന്റെ ഇരുട്ട് മാറണമോ? നിന്റെ പ്രശ്നത്തിന്റെ ഇരുട്ട് മാറണമോ? അവന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ മതി. അവനെന്ന വെളിച്ചത്തിന്റെ അടുക്കലേക്ക് വന്നവരാരും പിന്നെ ഇരുട്ടിൽ തപ്പി തുടയത്തില്ല. അവൻ വെളിച്ചമെങ്കിൽ നാം വെളിച്ചത്തിന്റെ മക്കളാണ്. अगर आपके जीवन के अंधियारा को हटाना है, परिवार के जीवन के अंधियारा को हटाना है, केवल आपको एक ही करना है और उसके चरणों में आओ। उजियाला को हटाने वाला परमेश्वर को आप अपना गुरु बनाओ जो उसके पीछे चलते हैं। वचन कहता है हम उजियाला के संतान बन जाते हैं। അവൻ വെളിച്ചമാണെങ്കിൽ അന്ധകാരത്തിന്റെ ശക്തികൾ ആ വെളിച്ചത്തിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. സകല അന്ധകാരത്തിന്റെ ശക്തികളായ എന്നേക്കുമായി തളച്ചിട്ടുകൊണ്ട് ക്രൂശിൽ അവൻ ജയോത്സവം കൊണ്ടാടി. अगर वो उजियाला है, उजियाला का संतान हम है, अंधकार हमारे सामने नहीं करेगी। अंधकार के सारे ताकतों को क्रूस पर उसने नाश कर दिया है। അതുകൊണ്ട് ആരാ ശിഷ്യൻ? इसलिए चेले कौन है? ജീവിതത്തിന്റെ ഇരുട്ട് മാറാൻ അവന്റെ പാദപീഠത്തിലിരുന്ന് പഠിക്കുന്നവനാണ് കർത്താവിന്റെ ശിഷ്യൻ. इसलिए परमेश्वर के चेले वही हैं जो जीवन के अंधेरे को हटाने के लिए परमेश्वर के चरणों पे आकर बैठकर उससे वचन को सीखें।
ഈ ആദിമകാലത്ത് ഇത് വളരെ ഒരു കാഷ്വൽ സെൻസിലാണ് ഗ്രീക്ക് ചിന്തകന്മാരൊക്കെ ഈ പദത്തെ ഉപയോഗിച്ചത്. पहले जमाने में ग्रीक जो यूनानी शब्द वचनों को सिखाने वाले लोग केवल कैजुअली इस वचन को बोले थे. എന്നാൽ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഇതിനെ ഒരു പഠിതാവ്, അനുയായി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഈ വാക്കിനെ ചിന്തിച്ചിട്ടുണ്ട്. और आने वाले समयों में जो ग्रीक जो सिखाने वाले लोग इस शब्द का अर्थ एक अनुनायी के रूप में भी बताया गया है. അതുകൊണ്ട് രണ്ടാമത്തെ ഒരു പദം അക്കോലൂത്തയോ എന്ന് പറയുന്ന ഒരു പദമാണ്. അത് വന്നത് കെലയൂത്തോസ്, റോഡ് എന്നൊരു പദത്തിൽ നിന്നാണ്. तो पहला दूसरा जो शब्द है അക്കോലൂത്തയോ, अकोलुतेयो नाम का एक शब्द ग्रीक शब्द से आया है, जो കെലയൂത്തോസ്. कैलेयूतोस नाम के एक मूल शब्द से आया है. ഗ്രീക്ക് വാക്കെല്ലാം മറന്നേര്. ग्रीक शब्द आप भूल जाएं. ഇത് വന്ന വഴി റോഡ്, വഴി എന്നൊരു പദത്തിൽ നിന്നാണ് അനുഗമിക്കുക എന്ന ഈ പദം വന്നത്. और ये जो शब्द है रास्ता नहीं तो हमें मार्ग, ये शब्द से आया हुआ. അപ്പൊ ആരാണ് ശിഷ്യൻ? तो चेला कौन है? ഗുരു നടന്നുപോയ വഴിയെ, ആ റോഡിലൂടെ സഞ്ചരിക്കാൻ തീരുമാനമെടുത്ത ആളുകളെയാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. और तो चेला कौन है? जिस मार्ग से गुरु चला है, उस मार्ग से जो चलना चाहे उसे ही वचन गुरु का नाम, शिष्य का नाम देता है. വഴി എന്തെന്ന് തിരിച്ചറിയാതെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ ഒരു കാലഘട്ടം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ സാക്ഷാൽ ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവനെന്ന് ഒരു വെളിപ്പാട് നമ്മുടെ അകത്തളത്തിൽ അരുമനാഥൻ തന്നതുകൊണ്ട് ആ പാതയിൽ പിന്തുടരാൻ തീരുമാനമെടുത്തവരാണ് ഈ പകലിൽ എന്നെ കേൾക്കുന്ന ദൈവജനം. അധരങ്ങൾ തുറക്കട്ടെ, ആരാധന ഉയരട്ടെ. हमारे जीवन में ऐसा एक समय था जब रास्ता हम भटक चुके थे. जीवन का मार्ग क्या है, उजियाला कौन सा है, नहीं जानते थे. उसी समय स्वर्ग का मालिक हमें पृथ्वी पे आकर कहा, मैं ही सत्य हूं, मैं ही जीवन हूं, मैं ही मार्ग हूं कर बोला. और आज यहाँ पर बैठे हुए लोग, आप में से कोई आज जाना चाहता है कि मैं उस मार्ग के पीछे जाऊंगा. अपने हाथों को खोल परमेश्वर की महिमा करें. നമുക്കൊന്നും പറ്റിയില്ലെങ്കിൽ പോലും യേശുവാണ് വഴിയെന്ന് തിരിച്ചറിയാൻ ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയല്ലോ. അത് ഓർത്ത് ഈ പകലിൽ ദൈവത്തെ സ്തുതിക്കണ്ടായോ? आप चाहे कुछ भी ना करें, लेकिन हाँ, यीशु ही मार्ग है, ये समझने के लिए परमेश्वर ने मौका दिया. इसके लिए हम परमेश्वर का धन्यवाद जरूर करें. കാരണം നമുക്ക് ലഭിച്ച ഈ ഭാഗ്യം എന്ന് ബൈബിൾ അടയാളപ്പെടുത്തുന്ന ഇത്, ഈ ഭാഗ്യം പൊന്നിനേക്കാൾ വിലയേറിയതാ, രത്നങ്ങളെക്കാൾ വിലയേറിയതാ, ലോകത്തിലെ സകല സമ്പത്തിനേക്കാളും വിലയേറിയ ഒന്നിന്റെ അവകാശികളാക്കിയാണ് ദൈവം എന്നെയും നിങ്ങളെയും മാറ്റിയത്. ആ വെളിപ്പാട് കിട്ടിയ ദൈവജനം ഈ രാവിലെ നന്ദിയോടെ സ്തുതിക്കണം. और जो भाग्य शब्द बाइबल कहता है, उसका जो मूल्य है सोने से, रत्नों से ज्यादा मूल्यवान है. उसे समझने वाले लोग अगर यहाँ पर बैठे हैं, अपने हाथों को उठाकर परमेश्वर की महिमा करें. ഞങ്ങള് അധ്യാപകരായതുകൊണ്ട് ഞങ്ങൾക്കൊരു ദോഷമുണ്ട്. हम सिखाने वाले शिक्षक हैं, इसलिए हमें कमी है. ഞങ്ങൾ ഈ പറയുന്ന ചിന്തകളെല്ലാം നല്ല പരത്തി നല്ലതുപോലെ വിശദീകരിച്ചൊക്കെ പറയും, സമയം നോക്കാറില്ല. हम ये जो बोलने वाली बात है, हम खुलकर विस्तृत रूप में हम सब आपको बताते हैं, लेकिन हम समय नहीं देखते. കാരണം ഞങ്ങളുടെ മനസ്സിൽ ഒരു സെമസ്റ്റർ മൊത്തം ഉണ്ട്. क्योंकि हमारे मन में एक पूरा सेमेस्टर पड़ा है. ഒരു ദിവസം കൊണ്ട് ഇത് തീരുന്നില്ല. एक दिन में ये खत्म नहीं होता. അതുകൊണ്ട് എത്രയും വിശദീകരിച്ചു കൊടുക്കാമോ അത്രയും വിശദീകരിച്ചു കൊടുക്കും. इसलिए जितना खुलासा कर कर हम दे सके उतना हम खुलासा कर कर देते हैं. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കണം. इसलिए आप माफ करें हमें. എന്റെ പ്രസംഗം മുഴുവൻ തീർന്നില്ലേലും സാരമില്ല. चाहे मेरा पूरा सब मैसेज खत्म ना हो या ना हो. ഈ പകലിൽ പരിശുദ്ധാത്മാവിനെ നമ്മോട് അറിയിക്കാനുള്ളത് ഒട്ടും മറവില്ലാതെ അവൻ അറിയിച്ചാൽ അത് മതി എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. मैं ऐसा एक व्यक्ति हूँ जो यह विश्वास करता है कि चाहे मेरा मैसेज, मेरा
सुसमाचार पूरा हो या ना हो, लेकिन परमेश्वर जो खेलना चाहता है खुला खुला आपके हृदय में मैं देख कर जाऊं। മത്തായി സുവിശേഷം പറയുന്നത് ശിഷ്യത്വത്തിലേക്കുള്ള ഈ വിളി എന്നുള്ളത് പൂർണ്ണരാകാനുള്ള വിളിയാണ്. मत्ती के सुसमाचार के अंदर हम देखते हैं जो चेले होकर बुलाए गए हुए बुलाहट एक्चुअली पूरा हमें पूर्ण करने के लिए बुलाए गए हैं. വായിക്കുന്ന എന്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ വ്യത്യസ്തരായി ജീവിക്കാനുള്ള വിളിയാണ് शिष्यत्वത്തിലേക്കുള്ള വിളി. वचन इस प्रकार से कहता है जैसे मेरा पिता गुणों से संपूर्ण है, आप भी संपूर्ण बने, ताकि आज इन दिनों में मुझे सुनने वाले प्रिय हो परमेश्वर की पूर्णता में हम चलने पाए. മർക്കോസിന്റെ സുവിശേഷം പറയുന്നു ഇത് എളിമയുള്ള വിനയമുള്ള ഒരു ദാസനായി ജീവിക്കാനുള്ള വിളിയാണ്. मरकुस के रचित सुसमाचार में लिखता है ये बुलाहट विनम्रता के साथ दास के रूप में चलने के लिए एक बुलाहट है. ലൂക്കോസിന്റെ സുവിശേഷം പറയുന്നു ഇത് അനുദിനം തുടരേണ്ട ഒരു വിളിയാണ്. लूका रचित सुसमाचार में कहते हैं ये बुलाहट दिन प्रतिदिन साथ या पीछे चलने के लिए एक बुलाहट है. യോഹന്നാന്റെ സുവിശേഷം പറയുന്നു സ്നേഹമാണ് ഈ ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനം, അടയാളം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നതിനാൽ എന്റെ ശിഷ്യന്മാർ എന്നവരറിയും. और यूहन्ना के सुसमाचार में यूहन्ना इस प्रकार से कहता है इस शिष्यत्व का एक मूल एक चीज वो प्रेम है. जो कोई आपस में प्रेम करता है वो मेरा चेला है कर कर कहते हैं. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ ഏത് കാലത്തും ഏത് സമയത്തും ഏത് സ്ഥലത്തും കഷ്ടതകളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ വിശ്വസ്തനായ ദൈവ പൈതലായി ജീവിക്കാനുള്ള വിളിയാണ് ശിഷ്യത്വത്തിലേക്കുള്ള വിളി. लेकिन प्रकाशित वाक्य के अंदर कहते इस प्रकार है कोई भी समय में वो चाहे कष्ट हो, दुख हो, आंसू हो, वेदना हो, लेकिन उसके पीछे उसके बीच में भी परमेश्वर का अगर पीछा करते हैं वही चेला बुलाया जाता है. നമ്മളെ ശിഷ്യത്വത്തിലേക്ക് കർത്താവ് വിളിച്ചപ്പോ जब हमें परमेश्वर चेले बनने के लिए बुलाए गए ഇതൊരു പട്ടുമെത്തയുടെ ജീവിതത്തിലേക്കുള്ള വിളിയായിരുന്നില്ല. ये रूहानी गद्दे की एक जीवन नहीं है. ഇതൊരു ആത്മീക സംഘർഷങ്ങളുടെ നടുവിലേക്കുള്ള വിളിയാണ്. ये आत्मिक संघर्षों के बीच का एक बुलाहट है. ഇതൊരു പോരാട്ടത്തിന്റെ നടുവിലേക്കുള്ള വിളിയാണ്. आपको एक लड़ाई के बीच में बुलाया जा रहा है. ഇത് വിഴുങ്ങിക്കളയാൻ നോക്കി നിൽക്കുന്ന ശത്രുവിന്റെ പദ്ധതികളുടെ നടുവിൽ വിജയമായി ജീവിക്കാനുള്ള വിളിയാണ്. और ये आपको निकलने के लिए खड़े हुए शत्रुओं के बीच में आपको जीवन बिताने के लिए बुलाएगा वो പക്ഷേ നമുക്കൊരു ഉറപ്പ് വചനം തരുന്നുണ്ട്, അവൻ ജയിക്കയില്ല. അവരവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി തങ്ങളുടെ സാക്ഷ്യ ജീവിതം നിമിത്തമായി അവർ ജയിച്ചു. और वचन इस प्रकार से कहता है शत्रु इस पर जयवन नहीं हुआ, परंतु मेमने के लहू के कारण और अपना गवाही के वचन के कारण उस पर वे जयवंत हो गए. ഇനി അല്പസമയം നിങ്ങൾ ഭയങ്കര ചെവി കൂർത്തിരുന്ന് എന്നെ ശ്രദ്ധിക്കണം. अब कुछ समय अब बड़े ध्यान से कान लगाकर आप वचन को सुने. വെളിപ്പാട് പുസ്തകം 12, 13, 14 അധ്യായങ്ങൾ ഒരുമിച്ച് വരുന്ന അധ്യായങ്ങളാണ്. 12, 13 और 14 जो प्रकाशित वाक्य के अध्याय है वो साथ में आने वाले अध्याय है. 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ യേശുവിന്റെ ജനനം, സ്വർഗാരോഹണം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 12वीं अध्याय के 1 से लेकर 6 आयत तक यीशु मसीह की जन्म और स्वर्गारोहण के प्रति लिखा गया है. ഒന്നുകൂടെ പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിലെ ക്രിസ്മസ് വിവരണമാണ്, ക്രിസ്തു സംഭവത്തിന്റെ വിവരണമാണ് 12-ാം അധ്യായം. 12वीं अध्याय एक तरह से क्रिसमस को बताने वाला, नहीं तो क्रिस्त मसीह के जन्म को बताने वाला भाग है ये. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ആ
സംഭവം, ക്രിസ്തു സംഭവത്തെ ഒറ്റ വാക്കിൽ വെളിപ്പാട് പുസ്തകക്കാരൻ ഒതുക്കി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. यीशु मसीह के जन्म से लेकर उसकी मृत्यु यहाँ तक कि उसके स्वर्गारोहण तक एक ही वाक्य के अंदर यहाँ पर इस लेखक यहाँ पर लिखकर खत्म करता है. നോക്കിയേ, ഇവിടെ ഒരു അടയാളമാണ് സൂര്യനെ അണിഞ്ഞു നിൽക്കുന്ന സ്ത്രീ. यहाँ पर एक चिन्ह है सूर्य को पहना हुआ एक स्त्री. അവൾ കാല് വെച്ചിരിക്കുന്നത് ചന്ദ്രനിലാണ്. उसने पैर चांद के ऊपर रखा है. അവളുടെ തലയിൽ നക്ഷത്രങ്ങളുള്ള കിരീടമുണ്ട്. के सरों पे तारों का मुकुट है. അവിടെ വെളിപ്പാട് പുസ്തകക്കാരൻ പറയുന്നത് ഒരു അടയാളം കണ്ടു എന്നാണ്. उसने कहा कि यहाँ पर जो लेखक है वो इस प्रकार से कहता है उसने एक बड़ा चिन्ह को देखा. അപ്പൊ ഇതൊരു അടയാളമാണ്. तो ये एक चिन्ह है. അതിനെ ലിറ്ററൽ ആയിട്ട് എടുക്കണ്ട. इसे वास्तविक रूप से लेने की जरूरत नहीं है. പലരും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. अनेक लोग अनेक रीति से इसका व्याख्यान करते हैं. ഏറ്റവും നല്ല വ്യാഖ്യാനം അത് ദൈവ മക്കളുടെ, ദൈവസഭയുടെ, ദൈവജനത്തിന്റെ അടയാളമാണ്. और लेकिन सबसे अच्छी व्याख्या यह है ये परमेश्वर की कलीसिया, परमेश्वर के लोगों का एक चिन्ह है. ये അടുത്ത വാക്യം പറയുന്നു, വീണ്ടും ഒരു അടയാളം കണ്ടു. उस अगले भाग में इस प्रकार से देखता है कि मैंने एक और चिन्ह को स्वर्ग में देखा. ഒരു റെഡ് ഡ്രാഗന്റെ, ഒരു ചുവന്ന സർപ്പത്തിന്റെ അടയാളമാണ്. मैंने वहां पे एक लाल अजगर को देखा है. അതും ഒരു അടയാളമാണ്. वो भी केवल एक चिन्ह है. പിശാച് പല രീതികളിൽ ഈ പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ പാമ്പ്, മഹാസർപ്പം, പിശാച്, സാത്താൻ, ഇതെല്ലാം ഒന്നിന്റെ പേരാ. और इस प्रकाशित वाक्य के अंदर अनेक नाम है शैतान के. कहीं पर सांप, कहीं पे बड़े अजगर, ऐसे बड़े बड़े नाम के साथ दिया है. वो सब शैतान को बताता है. അതും ഒരു അടയാളമാണ്. वो भी केवल एक चिन्ह है. എന്നാൽ ഈ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകി. അതൊരു അടയാളമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. लेकिन एक बात को ध्यान दे, इस स्त्री ने एक बच्चे को जन्म दिया, लेकिन उसे एक चिन्ह के रूप में नहीं, एक याथार्थ्य के रूप में बताते हैं. അതിന്റെ താഴെ വാചകം പറയുന്നു, ഇരുമ്പുകൊണ്ട് ജനത്തെ നയിക്കാനുള്ള ഒരുവന് ഈ സ്ത്രീ ജന്മം നൽകുന്നു, ക്രിസ്തു ജനിക്കുന്നു. और वहां पे इस प्रकार से लिखा है, जो बच्चा जन्म लेगा वो लोहे का सिंहासन पर लेकर वो जन्म लेगा. യേശുവിന്റെ ജനനം പലരെയും വിരളി പിടിപ്പിക്കും. यीशु की जन्म जो है बहुतों को पीड़ा देती है. യേശു ചിലരുടെ ഉള്ളിൽ ജനിക്കുന്നതാണ് മറ്റു പലരുടെയും ഭീതി. ഇപ്പോ और आज के जमाने में कईयों की प्रॉब्लम ये है, समस्या है कि किसी के हृदय में यीशु जन्म ले रहा है. ഇവിടെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത് ആരും പേടിക്കുന്നില്ല. यहाँ पे नौकरीहीनता बढ़ रही है, वो कोई नहीं देख ഇവിടെ रहा. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതിൽ ആർക്കും പേടിയില്ല. बहुत से अनर्थ हो रहे हैं, वो कोई नहीं ध्यान दे रहा. ആകെ ഒരൊറ്റ പേടിയേ ഉള്ളൂ, അന്ധകാരത്തിൽ കിടക്കുന്ന ചിലതിന്റെ ഉള്ളിലേക്ക് നിത്യസത്യ വെളിച്ചമായി യേശു ജനിക്കുന്നത് പലരെയും വിരളി പിടിപ്പിക്കുകയാണ്. लेकिन आज के जमाने में बहुतों को पीड़ा ये है कि कुछ अंधकार में पड़े हुए लोगों के हृदय के अंदर मसीह का जन्म हो रहा है. കാരണം എന്താണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം പറയുന്നു, പിശാചിന്റെ പദ്ധതികളെ എന്നേക്കുമായി തകർത്തെറിഞ്ഞ സംഭവമാണ് യേശുവിന്റെ ജനനം. कारण ये है कि प्रकाशित वाक्य इस प्रकार से कहता है, यीशु मसीह का जन्म शैतान की सारी पद्धतियों को मूल से नष्ट कर देता है. പിശാചിന്റെ പദ്ധതി എന്തായിരുന്നു? ജനിച്ചു വീഴുന്ന സകലതിനെയും അവന്റെ ഭൂമിയിലാക്കാൻ വേണ്ടി അവൻ പദ്ധതികൾ ആവിഷ്കരിച്ചു. എന്നാൽ ആ പദ്ധതിയെ തകർത്തുകൊണ്ട് തന്റെ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് നൽകി അവന്റെ മരണ പുനരുത്ഥാനത്തിലൂടെ ജനിച്ചു വീഴുന്ന സകലതിനെയും സ്വർഗത്തിന്റെ അവകാശികളാക്കി മാറ്റാൻ അവൻ തീരുമാനമെടുത്തു. शैतान की पद्धति क्या थी कि सारे पृथ्वी को उसके अधिकार में कर, उसके हिस्से में करने के लिए सारे पृथ्वी को उसने बनाया. लेकिन स्वर्ग के पिता ने अपने इकलौते बेटे को पृथ्वी में भेज, सबको उधार देकर सबको स्वर्ग का मालिक बनाया. और इस प्रकार शैतान की सारे पद्धतियों को उसने नष्ट कर दिया. അതുകൊണ്ട് 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, പിശാചിനെ ഭൂമിയിലേക്ക് തള്ളിയിട്ട് കളഞ്ഞു എന്ന്. इसमें 7 से लेकर 12 आयतों के अंदर हम देखते हैं शैतान को स्वर्ग से पृथ्वी के
और धक्का मारकर गिरा दिया गया। യേശുവിലൂടെയുള്ള രക്ഷ തകർത്ത് കളയാൻ നോക്കിയ പിശാചിന്റെ പദ്ധതികളല്ലേ ക്രമമായി തകർന്നു പോയത് കണ്ട് അവൻ ഭൂമിയിലേക്ക് വന്ന് ബാക്കിയുള്ള സകലത്തിനെയും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പദ്ധതിയിടുകയാണ്. और देखो जो स्वर्ग में जो परमेश्वर के पुत्र के पृथ्वी को नाश करने के लिए कोशिश किया हुआ, पृथ्वी में जब गिराया गया, वो गिरा पृथ्वी में जो बाकी है उन सब को आक्रमण कर उसके ऊपर हावी होने की कोशिश करता है। അതുകൊണ്ട് രണ്ട് മൃഗങ്ങളെ 13-ാം അധ്യായത്തിൽ പിശാച് കൊണ്ടുവരികയാണ്. इसलिए दो पशुओं को वहां पे 13वीं आयत के अंदर वो लेकर आता है അവർ വളരെ തന്ത്രം മെനഞ്ഞ് ചിലരെ അതിന്റെ ഭൂമിയിലേക്ക് മാറ്റുന്നു. और वो बहुत से चाल को चलकर कुछ लोगों को अपने हिस्से में बना लेता है। അനേകരും അതിന്റെ മുദ്രയേറ്റ് മാറി നിൽക്കുന്നു. बहुत से लोगों ने उसकी मुद्रा को स्वीकार करा, उनके पक्ष हो गया। എന്നാൽ വെളിപ്പാടിന്റെ ആത്മാവിൽ യോഹന്നാൻ വിളിച്ചു പറയുന്നു, മുദ്രയേൽക്കാത്ത ഒരു ശേഷിപ്പ്, ഒരു രക്ഷിതഗണം കുഞ്ഞാടിനെ അനുഗമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. लेकिन पवित्र आत्मा में लिखता हुआ यूहन्ना इस प्रकार से कहता है, लेकिन जो मुद्रा को ना स्वीकार करते हुए परमेश्वर के पक्ष में खड़े हुए कुछ वहां पर अलग खड़े हैं। അതുകൊണ്ട് ശിഷ്യത്വം എന്ന് പറയുന്നത് പിശാചിന്റെ തന്ത്രങ്ങളെ മറികടക്കാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്ന ഒരു ആഹ്വാനമാണ്. इसीलिए जो शिष्यत्व है वो शैतान के चालों को तोड़कर यीशु मसीह के पीछे हो लेने के लिए एक बड़ी बुलाहट है। वो ഇത് അന്ധകാര ശക്തികളോട് പോരാടാൻ വേണ്ടി കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. और ये अंधकार की शक्तियों से लड़ने के लिए परमेश्वर बुलाने वाला एक बुलाहट है। യോഹന്നാന്റെ സുവിശേഷം വെളിപ്പാടിന്റെ പുസ്തകം 11-ാം അധ്യായം 19 മുതൽ നമ്മൾ വായിക്കുമ്പോഴാണ് ഈ ഭാഗത്തിന്റെ അർത്ഥം നമുക്ക് പിടികിട്ടുന്നത്. प्रकाशित वाक्य 11वीं अध्याय उसके 19 से लेकर नीचे को जब हम पढ़ते हैं इस भाग का सही अर्थ वहां से समझ आता है। നമ്മുടെ സമയം ഇങ്ങനെ ഓടുന്നത് കൊണ്ട് ആ ഭാഗമെല്ലാം ഞാൻ വിടുകയാണ്. मेरे जो आगे जो समय रखा है वो भाग रहा है, इसलिए मैं उस सारे भागों को छोड़ रहा हूँ। ഇതിലെ പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. इसके प्रधान एक चिंता की और मैं आपके ध्यान को ले आना चाहूंगा। ശിഷ്യത്വം എന്ന ഈ ദൗത്യത്തിൽ സഭ ഏർപ്പെടണമെങ്കിൽ ശിഷ്യരാകാതെ ശിഷ്യരാക്കാനൊക്കത്തില്ല. शिष्यत्व की इस बड़े काम के अंदर कलीसिया अगर हिस्सेदारी लेनी है तो सबसे पहले चेले बने बिना चेले नहीं बना सकते। ശിഷ്യത്വം എങ്ങനെ ആരംഭിക്കുന്നതെന്ന് അറിയാമോ? शिष्यत्व कैसे आरंभ होता है? നമ്പർ 1, ശിഷ്യത്വം ആരംഭിക്കുന്നത് ഒരു വെളിപ്പാടോടുകൂടെയാണ്. शिष्यत्व का आरंभ, चेले होने का आरंभ एक प्रकाशन के द्वारा शुरू होता है। നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു കർത്താവുമായി ഇവരെ കണ്ടുമുട്ടിയ ആ സന്ദർഭത്തിലാണ് അവരുടെ അനുഗമന ജീവിതം ആരംഭിച്ചത്. वो वचन इस प्रकार से कहता है, जब ये यीशु मसीह को मिले उस समय से उसके चेले बनने की सेवकाई शुरू होती है। എന്ന് പറഞ്ഞാൽ അവർക്കൊരു വെളിപ്പാടുണ്ടായി, യേശു ആരാണെന്ന് തിരിച്ചറിവുണ്ടായപ്പോഴാണ് അവരോടി വന്ന് വിളിച്ചു പറയുന്നത്, ഞങ്ങൾ മശിഹായെ എന്ന് വച്ചാൽ ക്രിസ്തുവെ इसका കണ്ടെത്തിയിരിക്കുന്നു. मतलब यह है कि जब यीशु से मिले, यीशु कौन है करकर एक प्रकाशन उनके अंदर हुआ और वे जाकर बोलते हैं कि हमने मसीहा को मिला, हम मसीहा के पीछे जा रहे हैं। യോഹന്നാന്റെ ഈ പുസ്തകം, വെളിപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് അതിമനോഹരമായ ഒരു പദത്തോടുകൂടെയാണ്. प्रकाशित वाक्य की यूहन्ना की जो पुस्तक है ये जो शुरू होती है बहुत एक सुंदर वाक्य के साथ शुरू होती है। യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്, അതാണ് ആദ്യത്തെ പദം. वो पहला शब्द इस प्रकार से है, यीशु मसीह की प्रकाशित वाक्य। ഈ വെളിപ്പാട് എന്ന് പറയുന്ന പദം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഭയാനകമായ ഒരു പദമല്ല. ये प्रकाशित वाक्य एक बहुत भयानक शब्द नहीं है। ആദിമസഭയെ സംബന്ധിച്ചിടത്തോളം ഈ പദം വളരെ ക്ഷണിക്കുന്ന, ഇറ്റ് വാസ് an inviting term. और नए नियम के कलीसिया के हिसाब से ये प्रकाशित वाक्य, ये शब्द एक बुलावा के लिए एक न्योता देने वाला शब्द है। It's a more inviting
exciting them. What does that mean? അതിന്റെ അർത്ഥം മറ്റെന്തിനേക്കാളും നമ്മെ ആകർഷിക്കുന്ന ഒന്ന് എന്ന അർത്ഥത്തിലാണ് ആ പദം അവർ മനസ്സിലാക്കിയത്. नए नियम के कलीसिया इसे एक आमंत्रण के लिए नहीं तो आकर्षित करने वाली एक शब्द के रूप में इस शब्द को मानते थे. ഒരു ബോക്സിന്റെ കവർ മാറ്റുക അല്ലെങ്കിൽ ഒരു തിരശീല മാറ്റുക എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. एक बॉक्स के कवर को हटा दे या फिर एक पर्दे को हटाना उस अर्थ से इस्तेमाल किया गया है. തുറക്കുക, വെളിപ്പെടുത്തുക എന്നൊക്കെ ഈ പദത്തിന് അർത്ഥമുണ്ടെങ്കിലും ഈ പകലിൽ കുറച്ചുകൂടെ ഡൈനമിക് ആയിട്ടുള്ള ഒരു അർത്ഥം പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. इसका अर्थ कई प्रार्थ में खोलना या खुलासा करना है, लेकिन एक और अर्थ में आपके सामने रखूंगा. നമ്മളെല്ലാരും കേട്ടിട്ടുള്ള ഒരു പദമാണ് ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന പദം. हम सब ने सुना हुआ एक शब्द है ब्रेक थ्रू. അപ്പോകാലിപ്സ്, വെളിപ്പാട് എന്ന പദത്തിന്റെ ഡൈനമിക് ആയിട്ടുള്ള അർത്ഥം ബ്രേക്ക് ത്രൂ ഉണ്ടാവുക എന്നാണ്. आमीन. अपोकैलिप्स या आमीन प्रकाशित वाक्य का सही अर्थ एक ब्रेक थ्रू होना है. അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന് അത് ഇച്ചിരി കൂടെ മെച്ചപ്പെടാൻ വേണ്ടി, അഡ്വാൻസ് ആകാൻ വേണ്ടി, പുരോഗമിക്കാൻ വേണ്ടി, വളർച്ചയുണ്ടാകാൻ വേണ്ടി സംഭവിക്കേണ്ട ഒരു പദമാണ് ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഈ പദം. एक स्थिति या एक अवस्था से टूटकर एक नए अनुभव के अंदर आना, उसे ही ब्रेक थ्रू कहते हैं. അപ്പൊ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ നമ്മുടെ പൊതുപ്രസംഗകര് പ്രസംഗിച്ച് കളഞ്ഞ ഈ പദമല്ല, ആ അർത്ഥമല്ല. നമുക്കുണ്ടാകേണ്ട ബ്രേക്ക് ത്രൂ ക്യാഷ് അല്ല, നമുക്കുണ്ടാകേണ്ട ബ്രേക്ക് ത്രൂ ജോലിയല്ല, നമുക്കുണ്ടാകേണ്ട ബ്രേക്ക് ത്രൂ വിസ അല്ല, നമുക്കുണ്ടാകേണ്ട ബ്രേക്ക് ത്രൂ യേശുവിനെ കുറിച്ചുള്ള അറിവിന്റെ ബ്രേക്ക് ത്രൂ. आमीन. हमें जो ब्रेक थ्रू होना है साधारण रूप से प्रचार करने जाते हैं वैसे नहीं. पैसों के मामले में ब्रेक थ्रू नहीं. आमीन. विसा के मामले में, काम के मामले में, परिवार के अंदर एक ब्रेक थ्रू नहीं, लेकिन यीशु मसीह के बारे में जो हमारा ज्ञान है उसके अंदर एक ब्रेक थ्रू होना जरूरी है. ഹല്ലേലൂയ. എന്റെ ബിസിനസിന്റെ ബ്രേക്ക് ത്രൂ അല്ല ഞാൻ പറയുന്നത്. मेरे बिजनेस के ब्रेक थ्रू के बारे में मैं नहीं कह रहा. കിട്ടുന്ന ബ്രേക്ക് ത്രൂ അല്ല ഞാൻ പറയുന്നത്. विसा के ब्रेक थ्रू के बारे में नहीं कह रहा. ഈ അനുഗ്രഹങ്ങളുടെ ബ്രേക്ക് ത്രൂ അല്ല പറയുന്നത്. भौतिक आशीषों के ब्रेक थ्रू के बारे में नहीं बोल रहा. ദൈവസഭയ്ക്ക് അത്യന്താപേക്ഷിതമായി ഉണ്ടാകേണ്ട ഒരൊറ്റ ബ്രേക്ക് ത്രൂ, അത് യേശുവിനെ കുറിച്ചുള്ള അറിവിന്റെ ബ്രേക്ക് ത്രൂ. कलीसिया को जो इस जमाने में एक बड़ी ब्रेक थ्रू होनी है, वो परमेश्वर के बारे में, एक ज्ञान के बारे में ब्रेक थ्रू होना है. ഈ കമ്പൈൻഡ് വർഷിപ്പിൽ ഇന്ന് വരെ പ്രാപിച്ചിട്ടില്ലാത്ത രീതിയിൽ കർത്താവേ, നിന്നെ കുറിച്ചുള്ള അറിവിന്റെ ഒരു ബ്രേക്ക് ത്രൂ എനിക്ക് തരണമേ എന്ന് ഈ പകലിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. मुझे सुनने वाले कितने लोग ऐसे हैं जो सचमुच में प्रार्थना करते हैं, ये कंबाइंड वर्शिप के बाद मैं सचमुच में परमेश्वर के बारे में एक असीमित ज्ञान के अंदर में जाने पाऊं. കർത്താവേ, നിന്നെ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത രീതിയിൽ, ഇന്ന് വരെ നിന്നെ രുചിച്ചിട്ടില്ലാത്ത രീതിയിൽ, ഇന്ന് വരെ നിന്നെ മനസ്സിലാക്കിയിട്ടില്ലാത്ത രീതിയിൽ എനിക്കൊരു വെളിപ്പാടിന്റെ ആത്മാവിനെ നൽകി നിന്റെ അറിവ് ഒരു പുരോഗതി, ഒരു ബ്രേക്ക് ത്രൂ. आप में से कितने लोग ऐसे प्रार्थना करेंगे कि परमेश्वर जिस तरह से मैंने आपको अभी तक समझा नहीं, जिस तरह से आपको अभी तक मैंने देखा नहीं, वैसे परमेश्वर तेरे प्रकाशित वाक्य के अंदर मुझे एक ब्रेक थ्रू मिलना पाए. ഈ പകലിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് നിയോഗമുണ്ട്. आज सुबह के समय में आपके लिए प्रार्थना करने के लिए मुझे परमेश्वर अगुवाई दे रही है. യേശുവിന്റെ വെളിപ്പാടിന്റെ ബ്രേക്ക് ത്രൂ സംഭവിക്കേണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ എല്ലാ ഇരുട്ടും മാറിപ്പോകും, എല്ലാ അന്ധകാരങ്ങളും തകർന്നു പോകും, എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ടാകും. ആദ്യമായി സംഭവിക്കേണ്ടത്, എന്റെ കർത്താവേ, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തതുപോലെ 2025 എനിക്ക് നിന്നെ കുറിച്ചുള്ള അറിവിന്റെ ബ്രേക്ക് ത്രൂ എനിക്ക് തരണമെന്ന് ഈ പകലിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർ അതരങ്ങളെ തുറന്ന് ഈ പകലിൽ പ്രാർത്ഥിച്ചു തുടർന്നു. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വെളിപ്പാടിന്റെ ആത്മാവ്
इन दिनों में हम प्रार्थना करें कि परमेश्वर ऐसी विद्वान के अंदर मुझे भर दे। ऐसा करने वाले लोगों से मैं कहूंगा, ऐसे प्रकाशन जब आपको मिलेगा, आपके व्यक्तिगत रूप के अंदर जो अंधकार है, आपके परिवार के जो अंधकार है, यीशु मसीह के नाम में इस नए साल में एक नई ब्रेकथ्रू परमेश्वर देगा। യോഹന്നാന് ഈ വെളിപ്പാട് സംഭവിച്ചത് എവിടെയാണെന്ന് അറിയാമോ? क्या आप जानते हैं ये प्रकाशन यूहन्ना को कहां प्राप्त हुआ? പത്മോസ് എന്ന സ്ഥലത്ത്. पत्मोस नाम के जगह में। പത്മോസ് എന്ന വാക്കിന്റെ അർത്ഥം പാറ്റേമ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. അതിൽ നിന്ന് വന്നതാണ് പഴച്ചാറ് പോലെ പിഴിഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലമെന്ന അതിന്റെ അർത്ഥം. पत्मोस नाम ये शब्द एक्चुअली पैथेमा नाम के ग्रीक शब्द से, यूनानी शब्द से आया है, जिसका मतलब है जैसे कोई फलों को निचोड़ के उसके सारे फल को निकाल दिया गया हो, ऐसा एक अर्थ उस जगह का नाम है। ഒരു നാരങ്ങ ഞെക്കി പിഴിഞ്ഞ് അതിന്റെ ജ്യൂസ് മൊത്തവും സാപ്പ് മൊത്തവും ഇങ്ങനെ ഊറ്റിയെടുക്കുന്നത് പോലെ അവൻ ജീവിതത്തിന്റെ അനുഭവത്തിൽ കടന്നുപോയി. ആ പഴച്ചാറ് പോലെ പിഴിഞ്ഞെടുക്കപ്പെട്ട ജീവിത സാഹചര്യത്തിന്റെ നടുവിൽ കർത്താവ് അവന് തുറന്നു കൊടുത്തത് പുതിയൊരു ജോലിയല്ല, പുതിയൊരു സ്ട്രാറ്റജി അല്ല, പുതിയ എന്തെങ്കിലും തന്ത്രങ്ങളല്ല, തന്നെ അവന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് പറയുകയാണ്, ഞാൻ നിന്നോടുകൂടെ ഈ അവസ്ഥയിലും. आमेन। जैसे नींबू को निचोड़ के उसके सारे रस को निकाल दिया जाता है, वैसे ही जीवन के अनुभव के अंदर हालेलुया यूहन्ना को निचोड़ के जब रख दिया जाता है, उसके लिए एक नया काम नहीं, एक नया आमेन भौतिक सामान नहीं, लेकिन परमेश्वर खुद उसके लिए प्रकाशित होकर परमेश्वर प्रकट होता है। ഒരിക്കല് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു, ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? एक बार यीशु मसीह ने चेलों को बुलाकर पूछा, लोग मेरे बारे में क्या बोलते हैं? അപ്പൊ അവിടുത്തെയുള്ള ക്രൗഡിന് വലിയൊരു അഭിപ്രായമാ. तो वहां के जो भीड़ है उनके लिए बहुत एक बड़ी बात उनके लिए कहनी है। വലിയ ജനക്കൂട്ടത്തിന് വലിയ അഭിപ്രായങ്ങളാ. हाँ, बहुत से भीड़ है, उन सभी को बोलने के लिए अलग अलग अभिप्राय है। പക്ഷെ യേശു തിരിഞ്ഞ് 12 പേരോട്, എന്റെ കമ്മ്യൂണിറ്റി ആയിട്ട് നടക്കുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? लेकिन यीशु मसीह अपना जो झुंड है, अपना जो समूह है, उन चेलों को देखकर पूछता है, तुम मेरे बारे में क्या बोलते हो? അവരുടെ പ്രതിനിധിയായി പത്രോസ് എഴുന്നേറ്റ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. उनका प्रतिनिधि के रूप में पतरस खड़े होकर बोलता है, तू जीवित परमेश्वर का एकलौता बेटा है। യേശു അവനോട് എന്താ പറഞ്ഞേ? यीशु मसीह ने उससे क्या कहा? ശിമോനെ, ജഡരക്തങ്ങളല്ല, അടുത്ത പദം ശ്രദ്ധിക്കണം, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. आमीन। वह यीशु मसीह उनसे कहता है, हे सिमोन, मांस और लहू ने तुझे ये बताया नहीं है, ये प्रकाशित नहीं किया है कर शब्द वहां पर इस्तेमाल किया गया है। ക്രൗഡിന്റെ ഭാഗമായിട്ട് നിന്നാൽ ഈ വെളിപ്പാടുണ്ടാവത്തില്ല. अगर तुम भीड़ के बीच में रहेगा, ये प्रकाशन हमें नहीं मिलेगा। എന്നാൽ അവന്റെ കമ്മ്യൂണിറ്റി, അവന്റെ സഭയിലേക്ക് വാ, ഈ വെളിപ്പാട് നിനക്ക് ഉണ്ടാവും. लेकिन तू अगर कलीसिया के अंदर है, उसके समूह के अंदर है, अगर तू चेला है, तुझे यह प्रकाशन होगा। ക്രൗഡിന്റെ ഭാഗമായിട്ട് നിൽക്കാനല്ല എന്നെയും നിങ്ങളെയും വിളിച്ചത്, അവന്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറാനാണ്. അതത്ര ശിഷ്യത്വം. तुम्हें भीड़ के बीच में रखने के लिए परमेश्वर ने बुलाकर अलग नहीं किया है, लेकिन तुम्हें चेला बनने के लिए, उसके खास बनने के लिए बुलाया है। യേശു അവനോട് പറയുകയാണ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. यीशु उनसे कहता है, मैं अपनी कलीसिया को बांधूंगा, हमें अंधकार की शक्ति उसे नाश नहीं कर पाएगी। കമ്മ്യൂണിറ്റിക്ക് അകത്ത് വന്നവനെ അടുത്ത വെളിപ്പാട് ഉണ്ടാകത്തുള്ളൂ. എന്ന വെളിപ്പാട്? സഭ എന്ന വെളിപ്പാട് ഉണ്ടാകത്തുള്ളൂ. जो कम्युनिटी के अंदर, उसके समूह के अंदर आते हैं, उन्हें ही अगला प्रकाशन मिलता है। कौन सा प्रकाशन? कलीसिया नाम का प्रकाशन। ആ കമ്മ്യൂണിറ്റിക്ക് അകത്ത് വന്നവന് അടുത്തൊരു വെളിപ്പാട് ഉണ്ടാകുന്നു. ഈ സഭയെ നശിപ്പിക്കാൻ പോകുന്ന പാതാള ഗോപുരത്തിന്റെ പ്രവൃത്തികൾ ഉണ്ട് എന്ന വെളിപ്പാട് അവിടെ സംഭവിക്കുകയാണ്. और जो कमसाई समूह के अंदर आता है, उन्हें ही अगला प्रकाशन मिलता है कि इस कलीसिया को नाश करने के लिए एक ताकत भी खड़ी है। നമുക്ക് ഉണ്ടാകേണ്ട വെളിപ്പാടുകളുടെ ആ
സീരിയൽ ആ ക്രമം നിങ്ങളൊന്ന് നോക്കിയേ. ഒന്നാമത് യേശുവിന്റെ വെളിപ്പാടാ. हमें जो प्रकाशन होनी चाहिए उन सारे प्रकाशन का एक बिंदु लगा कर देखें. पहला यीशु मसीह के बारे में एक प्रकाशन अंदर होना है. യേശു എന്ന വെളിപ്പാട് ഉണ്ടായവന് കമ്മ്യൂണിറ്റി, സഭ എന്ന വെളിപ്പാട് ഉണ്ടാവും. जो यीशु मसीह का प्रकाशन पाता है उन्हें कलीसिया का प्रकाशन मिलेगा. ആ വെളിപ്പാടും കിട്ടിക്കഴിഞ്ഞാണ് നമുക്ക് സഭയെ നശിപ്പിക്കുന്ന പാതാള ഗോപുരത്തിന്റെ വെളിപ്പാട്. कलीसिया के बारे में प्रकाशन मिलने के बाद कलीसिया के विरोध में खड़े हुए हमें नरक की शक्तियों के प्रकाशन आपको मिलेगा. നമ്മൾ ഇതിന്റെ ക്രമമെല്ലാം കൂടെ തിരിച്ചിട്ടു. हमने सारे क्रमों को हमने तोड़ मरोड़ के उल्टा पुल्टा कर दिया है. നമുക്കിപ്പോ ആദ്യം വരുന്ന വെളിപ്പാട് എന്തുവാ? आज हमें सबसे पहला प्रकाशन क्या मिलता है? തെറ്റിദ്ധരിക്കല് കേട്ടോ. നമുക്ക് ആദ്യം പാതാള ഗോപുരമാണ് വെളിപ്പെടുന്നേ. लेकिन आज हमें सबसे जो पहले जो प्रकाशन मिलता है वो नरक की शक्तियों का मिलता है. ബാക്കിയെല്ലാം അത് കഴിഞ്ഞ बाकी सब उसके बाद मिलता है. അല്ലല്ലേ ദൈവമക്കളെ? नहीं परमेश्वर के लोगों, അത്യന്താപേക്ഷിതമായി ഉണ്ടാകേണ്ട വെളിപ്പാട് യേശു ആരാണെന്ന വെളിപ്പാടാ. सबसे पहले हमारे अंदर जो प्रकाशन आना है वो यह है कि हमारे अंदर यीशु मसीह कौन है. യേശു ആരാണെന്ന് വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെട്ടാൽ अगर यीशु कौन है कर जिस तरह से प्रकट होना है प्रकट हो जाए. അവന്റെ സമൂഹം എന്തെന്ന് വെളിപ്പെടും. उसका समूह कौन है वो प्रकट होगा. സമൂഹത്തെ നശിപ്പിക്കുന്ന ശക്തികളെ കുറിച്ച് വെളിപ്പാടുണ്ട്. यीशु समूह का नाश करने के लिए खड़े हुए शक्तियों के बारे में प्रकाशन होगा. യോഹന്നാന് പത്മോസിൽ കടന്നൊരു വെളിപ്പാട്. यूहन्ना को पत्मोस में खड़े खड़े एक प्रकाशन. സർവശക്തനായ ദൈവം അവന്റെ ജീവിത സാഹചര്യങ്ങളുടെ നടുവിലേക്ക് അങ്ങ് ഇറങ്ങി വന്നു. सर्वशक्तिमान परमेश्वर हमें उनके जीवन के अवस्था के बीच में उतर कर आता है. പാറക്കെട്ട് നിറഞ്ഞ സ്ഥലമാ. पत्थरों से भरा हुआ जगह है. അവിടെ ഇഷ്ടം പോലെ ഖനിത്തൊഴിലാളികളുണ്ട്. वहाँ पे बहुत से माइन है. वहाँ पर പാറയുടെ ക്വാറികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇവനെ വിട്ടുവെന്നാണ് 4-ാം നൂറ്റാണ്ടിലെ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. शताब्दी के जो सिखाने वाले लोग इस प्रकार से सिखाते हैं. पत्थरों को तोड़ने के लिए हमें इसे भेजा गया था. ചക്രവർത്തിയുടെ പേരിൽ പണിത ആലയത്തിൽ ചെന്ന ചക്രവർത്തിയുടെ പേരിലുള്ള യാഗപീഠത്തിലേക്ക് ഒരു നുള്ളു ധൂപവർഗമെടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് കൈസറെ നീയാണ് ദൈവം എന്ന് പറയണമെന്ന് അവിടെ ഓർഡർ ഉണ്ടായി. और उस जमाने में ऐसा एक आदेश हुआ कि जो सम्राट है, सम्राट के नाम पे बनाए हुए मंदिर के अंदर जो प्रथम स्थान है उसके अंदर धूप के अंदर एक छोटे से डालने के बाद कैसर तू ही परमेश्वर है ये बोलना है कर एक आदेश वहां पर हुआ. ഒരുപാട് പേരും അവന്റെ മുമ്പാകെ പോയി മുട്ടുമടക്കി ഈ കർമ്മം ചെയ്തു. പക്ഷെ യോഹന്നാൻ അറിയാം ഇത് അവനോടുള്ള ആരാധനയ്ക്ക് വിപരീതമാണ്. बहुत से लोग उसके सामने गए और घुटने टिकाए, लेकिन यूहन्ना जानता था ये परमेश्वर के विरोध है. ये യോഹന്നാൻ ഒരു കാര്യം അറിയാം. यूहन्ना एक बात जानता है. കൈസറിന്റെ പോലും മുട്ടുമടങ്ങുന്ന ഒരു ദിവസമുണ്ട്. ഏത് മുട്ടും മടങ്ങും, എല്ലാ നാവും പുകഴും യേശു കർത്താവ് എന്ന് ഏറ്റുപറയുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് ഞാൻ മുട്ടുമടക്കിയില്ലെങ്കിൽ ഇവൻ എന്നെ നാട് കടത്തിയേക്കാം, കഴുത്തറത്തേക്കാം, കല്ലെറിഞ്ഞേക്കാം, ക്രൂശിച്ചു കളഞ്ഞേക്കാം. പക്ഷേ ഒരു ദിവസം വരുന്നുണ്ട് ഏത് മുട്ടും മടങ്ങുന്ന, ഏത് നാവും പുകഴുന്ന ഒരു ദിവസം വരുന്നെന്ന് വെളിപ്പാട് കിട്ടുവൻ എല്ലാത്തിന്റെയും മുമ്പിൽ മുട്ടുമടക്കത്തില്ല. यूहन्ना लेकिन एक बात को जानता था, अगर मैं यहाँ पर घुटना टिकाया नहीं टिकाया ये मुझे शायद हमें प्रवास में भेज देगा, हम मुझे पत्मोस में जाना पड़ेगा. लेकिन अंदर एक बात को जानता था, एक दिन हर एक घुटना टिकेगा, हर एक घुटना टिकेगा. कैसे भी एक परमेश्वर के सामने घुटना टिकाएगा. യോഹന്നാന്റെ ഭാരം എന്തായിരുന്നു അറിയാമോ? लेकिन यूहन्ना के अंदर का भार पता है क्या है? യോഹന്നാന് മനസ്സിലായി തനിക്ക് ധൈര്യവും വെളിപ്പാടുമുണ്ട്. എന്നാൽ ഏഷ്യ മൈനറിലെ ഒരുപാട് ചർച്ചുകളിൽ ബലഹീനരായ ഒരുപാട് വിശ്വാസികളുണ്ട്. കർത്താവേ, ഈ പ്രതികൂലത്തിന്റെ നടുവില് അവര് നിന്നെ പറഞ്ഞ് ശിഷ്യന്മാരായി ജീവിക്കാൻ കഴിയാതെ അവര് പരാജയപ്പെട്ടു പോകുമോ എന്ന് ഭാരപ്പെട്ട് ആത്മഭാരത്തോടെ പാറക്കഷണത്തിന്റെ മുകളിൽ കയറിയിരുന്ന് ഈ കടലിലേക്ക് നോക്കി അങ്ങ് ദൂരെയുള്ള തന്റെ വിശ്വാസികൾ പരാജയ
നഷ്ടപ്പെട്ടു പോകല്ലേ കർത്താവേ എന്ന് വിളിച്ച് അവൻ ഭാരപ്പെട്ടിരിക്കുമ്പോ, लेकिन यूहन्ना के अंदर का बोझ ये था, मैं तो इस प्रकाशन को पा चुका, लेकिन वो पत्थरों के ऊपर खड़े होकर अपने कलीसिया से अपने लोगों को देखकर ये सोचता है, मेरे अंदर जो प्रकाशन है परमेश्वर, इनने ये लोग नहीं पाए हैं। परमेश्वर के चेले होने के नाते, आमीन, परमेश्वर का प्रकाशन ना पाते हुए, परमेश्वर कौन है ये ना समझते हुए वे जब जी रहे हैं। ദൈവത്തിന്റെ മക്കളെ, നിങ്ങളുടെ ശുശ്രൂഷകന്മാരുടെ ഭാരം നിങ്ങൾ മനസ്സിലാക്കണം. परमेश्वर के लोगों, आपके पासवानों का बोझ को आप समझे। നിങ്ങളുടെ ജീവിതത്തിലെ സകലത്തിനേക്കാളും അവർക്കൊരു ഭാരമുണ്ട്, നിങ്ങളുടെ നിത്യത നഷ്ടപ്പെട്ടു പോകല്ലേ എന്ന ഭാരം. आपके माँ बाप से बढ़कर आपने संपत्तियों से बढ़कर उनको एक बड़ा बोझ है कि यार हालेलुया, इनका हमें अनंत काल नष्ट ना होने पाए। യേശുവിനെ കുറിച്ച് ശരിയായ ഒരു വെളിപ്പാട് നിങ്ങൾക്കുണ്ടാകണമേ എന്ന ഭാരം. यीशु मसीह के बारे में एक अच्छा हमें एक समझ होना है, प्रकाशन होना है करके एक भार। അങ്ങനെ ഭാരപ്പെട്ട യോഹന്നാന്റെ മുമ്പാകെ യേശു വന്നു നിൽക്കുകയാണ്. ऐसे हमें बोझ में बैठे हुए यूहन्ना के सामने यीशु मसीह खुद प्रकट होता है। യോഹന്നാനെ, നീ ഭാരപ്പെടണ്ട, സഭ പണിഞ്ഞവൻ ഞാനാണെങ്കിൽ, ഇതിന്റെ നാഥൻ ഞാനാണെങ്കിൽ, എന്നെ പോലെ ചിലരെ കൂടെ മുട്ടുമടക്കാതെ ഏഷ്യ മൈനറിൽ നിർത്താൻ എനിക്ക് കഴിവുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് കഴിവുണ്ട്. യോഹന്നാനെ ധൈര്യപ്പെടുത്തുന്ന ഒരു വെളിപ്പാടിന്റെ വചനം അവന് നൽകുകയാണ്. वहां पर उतर कर आखिर यूहन्ना को एक ऐसा प्रकाश का वचन देता है, यूहन्ना तू डर मत, अगर मैंने कलीसिया बांधा है, मैंने कलीसिया की नींव डाली है, उसके अंदर तेरे से भी बढ़कर हमें लोगों को खड़ा करने के लिए, तेरे बारे में प्रकाश देने के लिए, मैं संभालने के लिए योग्य हूँ। എന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ എനിക്ക് 5 മിനിറ്റ് കൂടെ ഉണ്ട്. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും. मेरा अगर गिनती सही है तो मैं 5 मिनट मेरे सामने है। യോഹന്നാന് കേട്ട ശബ്ദം അവൻ തിരിഞ്ഞു നോക്കി. यूहन्ना ने जो शब्द सुना उसकी ओर वो अपने स्वरों को मोड़ा। യോഹന്നാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ മഹത്വവാനായ ക്രിസ്തു തന്റെ പിറകിൽ നിൽക്കുന്നു. आमीन। अभी तक जिस प्रकार से यूहन्ना ने देखा नहीं था, ऐसे एक महत्ववंत, ये महिमा से भरा हुआ यीशु को वो देखता है। നിങ്ങൾ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. सभी लोग थोड़ा ध्यान से सुनिएगा। യോഹന്നാന്റെ കണ്ണ് ആദ്യം പോയത് അവന്റെ ഡ്രസ്സിലോട്ടാ. सबसे पहले यूहन्ना यीशु मसीह के वस्त्र के ऊपर गया. Dress is a statement. വസ്ത്ര एक प्रचार है. നിങ്ങൾ ഇടുന്ന വസ്ത്രം ഒരു പ്രസ്താവനയാണ്. आप जो वस्त्र पहनते हैं वो एक प्रस्तावना है, प्रचार है. യോഹന്നാൻ ഇവനെ തിരിഞ്ഞു നോക്കി അവന്റെ വസ്ത്രത്തിലേക്ക് അവന്റെ കണ്ണു റക്കി. അവനെ जब यूहन्ना मुड़कर देखा, उसके वस्त्र के ऊपर उसकी आंख रुक गई. അവനൊരു നിലയ്ക്ക് ധരിച്ചിരിക്കുക. उसने एक कपड़ा पहना हुआ है, കെട്ടിയിരിക്കുന്നു. उसके छाती के अंदर सोने से बंधा हुआ है। വസ്ത്രം കണ്ടപ്പോഴേ അവന് മനസ്സിലായി ഇതൊരു മഹാപുരോഹിതന്റെ വസ്ത്രമാണ്. जब उसने वस्त्र को पहना, वस्त्र को देखा, उसको पता चल गई एक महापुरोहित का वस्त्र है। ഈ പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. पुरोहित ये शब्द का अर्थ भी बोलकर मैं रोकूंगा। പ്രീസ്റ്റ് എന്ന് പറയുന്ന ഈ പദം ലാറ്റിൻ പദമായ പൊന്റിഫെക്സ് എന്ന് പറയുന്ന ആ പദത്തിൽ നിന്ന് വന്നതാണ്. लैटिन नाम होते हुए पोंटिफिक्स से आया हुआ एक शब्द है प्रीस्ट। അല്ലെങ്കിൽ ലാറ്റിൻ പദത്തിൽ ഇതിന് പൊന്റിഫെക്സ് എന്നാണ്. അതൊരു എഞ്ചിനീയറിംഗ് പദമാണ്. वो एक इंजीनियरिंग शब्द है। എഞ്ചിനീയറിംഗ് ഫീൽഡില് പാലം പണിയുന്ന ആൾക്കാർക്കാണ് പൊന്റിഫെക്സ് എന്ന് പറയുന്നത്. ये पोंटिफिक्स जो शब्द है वो एक्चुअली जो पुल बनाने वाले को दिया गया वो नाम है। അപ്പോ ഒരു നദിയുടെ കുറുകെ ഒരു പാലം പണിയുന്നയാള്, അല്ലെങ്കിൽ ഒരു താഴ്വര 2 മലകളുമായി ബന്ധപ്പെടുത്താൻ പാലം പണിയുന്നയാൾക്ക് 2 സൈഡിനെ കുറിച്ചും നല്ലപോലെ ബോധ്യം വേണം. और जो पानी के आर पार या फिर जो पहाड़ है, दोनों के बीच एक मार्ग को तैयार करने वाला, जो दोनों साइड को जानते, दोनों पक्ष को जानने वाला एक व्यक्ति को बताया जाता है। എന്ന് പറഞ്ഞാൽ 2 സൈഡും നല്ലതുപോലെ അറിയാതെ പാലം പണി നടക്കത്തില്ല. जो दोनों साइड को अच्छे से जानता है वो भूल को नहीं बना सकता है। ബ്രിഡ്ജ് ബിൽഡറാണ് പുരോഹിതൻ, പാലം പണിയുന്നവനാണ് പുരോഹിതൻ. आप पुल बनाने वाला है पुरोहित।
അങ്ങനെയെങ്കിൽ പുരോഹിതൻ എന്ന വാക്കിന് ഏറ്റവും യോഗ്യനായവൻ യേശു കർത്താവ് മാത്രമാണ്. ऐसा है तो पुरोहित के लिए सबसे उचित व्यक्ति केवल यीशु मसीह है। അവന് രണ്ട് സൈഡും നല്ലതുപോലെ അറിയാം. वो दोनों पक्ष को अच्छी तरह से जानता है. പാപം മുഖാന്തരം ദൈവവുമായുള്ള ബന്ധത്തിന് ഉണ്ടായ ഗർത്തം, താഴ്വര, അകലം, ആ അകലത്തെ നല്ലതുപോലെ അറിയുന്നവനാണ് നമ്മുടെ മഹാപുരോഹിതനായ യേശു കർത്താവ്. और पाप के कारण नष्ट हुए हुए लोगों के बीच हमें परमेश्वर के बीच को जो तराई है उसे अच्छे से जानने वाला है हमारा पुरोहित यीशु मसीह। അവൻ പൂർണ്ണ ദൈവമായിരുന്നത് കൊണ്ട് ആ സൈഡ് അവന് നല്ലതുപോലെ അറിയാം. वो पूरा परमेश्वर था इसीलिए वो सब सारी बातों को जानता है. അവൻ പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് ഈ സൈഡും അവന് നല്ലതുപോലെ वो അറിയാം. पूरा मनुष्य है इसलिए ये पक्ष भी वो अच्छे से जानता है. അങ്ങനെയെങ്കിൽ ഇത് തമ്മിൽ ബന്ധിപ്പിക്കാൻ പാലം പണിയാൻ വേണ്ടി നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ അവങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു മഹാപുരോഹിതനായി അവൻ വന്നു. ऐसा है तो दोनों पक्ष को एक करने के लिए उसके बीच में पुल बनकर यीशु मसीह खुद स्वर्ग से उतर कर आया है. അവന്റെ അരക്കെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ. उसके कमर को देखे जरा. അവന്റെ മാറത്തിങ്ങനെ നിലയങ്കി ധരിച്ചിരിക്കുന്നു. और वचन में इस प्रकार लिखा है उसके छाती की और उसने कपड़े को रखा है. അരയിൽ ബെൽറ്റ് കെട്ടിയാൽ അതിന്റെ അർത്ഥം അവൻ ഏതോ വർക്കിന് വേണ്ടി പോന്നു എന്നാണ്. और कमर में अगर उसने कोई बांधा है तो उसका मतलब यह है कि वो कोई काम के लिए जाता है. വർക്ക് തീർന്നു കഴിയുമ്പോ ഈ ബെൽറ്റ് ഊരി അല്ലെങ്കിൽ ഈ തോർത്തൂരി ഈ ടവൽ ഊരിയിട്ട് തോളയെ കൂടെ ഇങ്ങനെ ഇടും. और अगर उसका काम पूरा हो जाए तो वो कमर के जो बांधने वाले रस्सी को वो तो अपने कंधे पे ऐसे डाल देगा. യോഹന്നാൻ കണ്ടതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? और यूहन्ना ने पता है क्या देखा? അവന്റെ വർക്ക് കംപ്ലീറ്റ് ആയി. इसका काम पूरा हो गया. മനുഷ്യനും ദൈവവും തമ്മിൽ അടുപ്പിക്കാനുള്ള അവന്റെ പ്രവൃത്തി കാൽവറിയിൽ പൂർണ്ണമായി. ഇനി അവൻ വിശ്രമിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയി എന്നതിന്റെ സൂചന അവൻ നിലയങ്കി ധരിച്ചിരിക്കുന്നു. और परमेश्वर और मनुष्य को एक करने का जो काम क्रूस पर पूरा हो गया है ये बताने के लिए उसने कमर पे बांधी हुई बात को उसने कंधे पे लटका दिया है. എന്നെയും നിങ്ങളെയും എന്തിനു വേണ്ടിയാ വിളിച്ചെന്നറിയാമോ? हमें और आपको परमेश्वर ने क्यों बुलाया है? ശ്രേഷ്ഠ മഹാപുരോഹിത വർഗമായി. हमें परमेश्वर ने श्रेष्ठ महापुरोहित की सेवकाई के लिए हमें परमेश्वर ने बुलाया है. നമ്മുടെ അരുമനാഥൻ മഹാപുരോഹിതനാണ്. हमारा परमेश्वर हमारा पिता एक महापुरोहित है. എന്നെയും നിങ്ങളെയും വിളിച്ചത് പാലം പണിയാൻ വേണ്ടിയാണ്. हमें और आपको परमेश्वर ने बुलाया है ताकि हम पुल बन सके. സഭയെ നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. कलीसिया आपको एक उत्तरदायित्व है. ദൈവത്തിൽ നിന്നകന്നു പോയ ചിലതിനെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്ന പാലം പണിയേണ്ടവരാണ് ദൈവസഭ. परमेश्वर से जो दूर हो गए हैं उन्हें वापस परमेश्वर के पास आना वो पुल बांधने का काम आपका है. അവന്റെ വരവ് വരെ ഈ പാലം പണി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും. उसके आने तक ये पुल बांधने का काम हम करते रहेंगे. കല്ലെടുത്തും കല്ലെറിഞ്ഞും ക്രൂശിച്ചും ഇതിനെ കശാപ്പ് ചെയ്ത് കളയാമെന്ന് ലോകത്തിലെ ശക്തികൾ വിചാരിച്ചാലും ഈ പകലിൽ ധൈര്യത്തോടെ അവന്റെ വെളിപ്പാടിനാൽ ദൈവസഭ വിളിച്ചു പറയും, ഞങ്ങൾ ശ്രേഷ്ഠ മഹാപുരോഹിത വർഗമത്രേ. अब कसाई के एक कमरे के अंदर जैसे गर्दन काट कर मार कर इसे खत्म कर देंगे कर बोला हुआ शक्तियों के सामने आज बोले ये ऐसे नष्ट होने वाला कलीसिया नहीं है. സഭയ്ക്ക് ഒരു कलीसिया को एक उत्तरदायित्व है. ശിഷ്യരാക്കാനുള്ള ദൗത്യം, जेल बनाने का उत्तरदायित्व, പാലം പണിയാനുള്ള ദൗത്യം, पुल बांधने का उत्तरदायित्व, ശിഷ്യനായി ജീവിക്കാനുള്ള ദൗത്യം. चेले बनकर जीने का उत्तरदायित्व. ഏറ്റവും അത്യന്താപേക്ഷിതമായി നമുക്ക് വേണ്ടത് ഇന്ന് വരെ പ്രാപിച്ചിട്ടില്ലാത്ത ഒരു വെളിപ്പാട്, യേശുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവിൽ ഒരു പുരോഗതി, ഒരു മുന്നേറ്റം, ഒരു അഡ്വാൻസ്മെന്റ് ദൈവസഭയ്ക്ക് ഉണ്ടാകണം. इसके अंदर सबसे प्रथम रूप से आज तक जो नहीं पाया ऐसा एक प्रकाशन हमारे अंदर होना है. वो ये है
कि यीशु मसीह के बारे में जो अब तक नहीं जाना, वैसा प्रकाशन मेरे अंदर होना है। പൊതുസഭായോഗം കഴിഞ്ഞ് വീടുകളിലേക്ക് കടന്നു പോകുന്ന ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു വെളിപ്പാട് ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. യേശുവിനെ കുറിച്ചുള്ള ഒരു അറിവ് ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ചിലർക്ക് വേണ്ടി പാലം പണിയാനുള്ള ഒരു കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ പകരട്ടെ. ഒരു ആത്മവ്യാപാരം ഉണ്ടാകട്ടെ. ये आराधना के बाद वापिस जो लौट कर जाए, आपके प्रार्थना के अंदर ऐसी प्रार्थना हो कि परमेश्वर मेरे अंदर एक नई प्रकाशन होने पाए, कि मैं नए भूल को बांध सकूं। जो अभी तक मसीह को नहीं जाने, मसीह से दूर है, वो मसीह के पास आने पाए। ഞാന് ഉത്തരേന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പലാണ്. मैं उत्तर भारत के अंदर एक, नहीं तो एशिया के अंदर एक बहुत अच्छे बाइबल स्कूल का एक प्रिंसिपल हूँ। ഞങ്ങളുടെ അവിടെ PhD വരെ പഠനമുണ്ട്. वहाँ पे PhD तक की पढ़ाई वहाँ पर है। ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. ऑनलाइन पढ़ाई भी होती है। മ്യൂസിക്കിന്റെ കോഴ്സസ് ഉണ്ട്. म्यूजिक के कोर्सेज हैं। ഞങ്ങളുടെ അവിടെ പുതിയത് ഞങ്ങൾ ഒരെണ്ണം ആരംഭിക്കുന്നു. ആത്മഭാരത്താൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടി ഒരു ട്രെയിനിങ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. और परमेश्वर की आत्मा ने अंदर दिए हुए भार के कारण संडे स्कूल के टीचर्स के लिए हम ट्रेनिंग शुरू कर रहे हैं। കാരണം എനിക്ക് മനസ്സിലായി, നമ്മുടെ തലമുറകൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ കുഞ്ഞുനാൾ തൊട്ടേ അവരെ പഠിപ്പിക്കേണ്ടത്, വെളിപ്പാടിന്റെ ആത്മാവിനാൽ അവരെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് ദൈവാത്മാവ് ബോധ്യപ്പെടുത്തിയത് കൊണ്ട് ഞങ്ങൾ പുതിയൊരു കോഴ്സ് തുടങ്ങിയാണ്. इसलिए हमने एक नए कोर्स के शुरू किया, ये जानकर कि हमारे बच्चे नष्ट ना होने पाए, उन्हें परमेश्वर के राज्य के अंदर पकड़े रखना जरूरी है। സഭകളിലെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും അങ്ങനെ ഒരു കോഴ്സ് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. और मैं ये चाहता हूं कि हमारे संडे स्कूल को पढ़ाने वाले हर एक अध्यापकगण ऐसे कोर्स को सीखना जरूरी है। നിങ്ങളൊരു തലമുറയ്ക്ക് ഈ വെളിപ്പാട് പകർന്നു കൊടുക്കേണ്ടവരാ. क्योंकि ये प्रकाशन को अगली एक पीढ़ी को देना हमारा काम है। നിങ്ങൾക്ക് അവിടെ വന്ന് പഠിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. मैं जानता हूं कि आप वहां आकर अब नहीं पढ़ पाएंगे, അതുകൊണ്ട് ഞങ്ങൾ ഇത് ഓൺലൈൻ ആയിട്ട് ചെയ്യുകയാണ്. और इसलिए हम इसे ऑनलाइन कर रहे हैं। അതുകൊണ്ട് ഈ ജൂൺ മുതൽ ഞങ്ങൾ ആരംഭിക്കുന്ന ആ കോഴ്സിലേക്ക് സൺഡേ സ്കൂൾ അധ്യാപകരെ എല്ലാം ഞങ്ങൾ ക്ഷണിക്കുക. और इस जून में हम शुरू करने वाले उस कोर्स के अंदर, ऑनलाइन कोर्स के अंदर संडे स्कूल के हर एक अध्यापक को हम शामिल करना चाहते हैं। അത് മാത്രമല്ല, ഈ തലമുറയിൽ പാലം പണിയാനാണ് ദൈവം എന്നെ വിളിച്ചതെന്ന് ബോധ്യമുള്ള ആരെങ്കിലും ഈ പകലിൽ എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ അതിന് തക്കതായ രീതിയിൽ എക്യുപ്പ് ചെയ്യാൻ ഇതാ ഞങ്ങൾ സർവ്വസന്നദ്ധരാണ്. ഞങ്ങളുടെ അടുക്കലേക്ക് വരൂ, ട്രെയിൻ ചെയ്യപ്പെടൂ. കർത്താവ് ചിലരിലേക്ക് നിങ്ങളെ അയക്കട്ടെ. പാലം പണിയുന്നവരായി ദൈവത്തിങ്കലേക്ക് ചിലരെ അടുപ്പിക്കുന്നവരായി നിങ്ങളെ മാറ്റാൻ ദൈവം നിങ്ങളെ സഹായിക്കും. और यहाँ पर अगर ऐसा कोई है जो आज पहचानता है कि मुझे परमेश्वर ने चेले के रूप में फूल बनाने के लिए, परमेश्वर की सेवकाई के लिए मुझे बुलाकर अलग कर रहा है, हम आपको तैयार करने के लिए तैयार हैं। आप आज आने वाले दिनों में कुछ लोगों को अंधकार से हमें परमेश्वर की अद्भुत ज्योति के अंदर बढ़ाने के लिए परमेश्वर आपको मदद करने पाए। കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. परमेश्वर आपको बहुत आय से आशीष